വെൽക്കം ടു മൈ ചാനൽ. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ബിഗിനേഴ്സിനുള്ള ക്ലാസ് അല്ല, ഇന്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള ക്ലാസ് ആണ്. ഇതിൽ ഓരോ ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയുമ്പോഴും അതിന് മലയാളം പറയില്ല. നമ്മൾ ഇംഗ്ലീഷ് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയമെടുക്കും. ആലോചിച്ച് മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കിയൊക്കെ സംസാരിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് അതൊക്കെ മാറ്റി ബിഗിനേഴ്സിലെ ക്ലാസ് വേറെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ട് സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വരേണ്ടത്. ഇത് ഇൻ്റർമീഡിയറ്റ് ലെവലുകാർക്കുള്ള 4th ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾ നന്നായി വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ റിവിഷനൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും ദിവസം ഇട്ട ഓരോ വീഡിയോയുടെയും വ്യൂ നോക്കുമ്പോൾ വ്യൂ വളരെ കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും മലയാളം പറഞ്ഞ് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഇതുവരെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ മലയാളമൊക്കെ മാറ്റി ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് പലരും എൻ്റെ ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ല. പിന്നെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നില്ല, ആരുടെയും കമൻസും വരുന്നില്ല. ഇനി കുറച്ച് പേർ മാത്രമേ ക്ലാസ് നന്നായി ശ്രദ്ധിക്കുന്നുള്ളൂ. കുഴപ്പമില്ല, ഒരാളാണെങ്കിൽ പോലും ഈ തരത്തിൽ തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മലയാളം പറഞ്ഞുള്ള ഇംഗ്ലീഷ് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരത്തെ വളരെയധികം ബാധിക്കും. അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ദോഷം ചെയ്യുന്നൊരു വീഡിയോ ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പ്രാക്ടീസ്, അത് കഴിഞ്ഞ് റിവിഷൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇന്നെടുക്കുന്ന സബ്ജക്റ്റ്, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇന്നെടുക്കുന്ന സബ്ജക്റ്റ് ബിഫോർ ആഫ്റ്റർ. അപ്പോൾ ഈ ബിഫോർ ആഫ്റ്റർ ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അറിയാം. ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ്, ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഷം. ഈ ആഫ്റ്റർ, ബിഫോർ ഇത് രണ്ടും പ്രിപ്പോസിഷനായിട്ടും കൺജങ്ഷനായിട്ടും ആഡ്വേർബായിട്ടും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഐ വിൽ കംപ്ലീറ്റ് മൈ വർക്ക് ലഞ്ചിന് മുമ്പ്, ബിഫോർ ലഞ്ച്. ഐ വിൽ കംപ്ലീറ്റ് മൈ വർക്ക് ബിഫോർ ലഞ്ച്. ദേ അറൈവ്ഡ് ബിഫോർ ദ ഷോ, ഷോയ്ക്ക് മുമ്പ്. ദേ അറൈവ്ഡ് ബിഫോർ ദ ഷോ. ഇനി ഈ മുമ്പ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ കോടതിയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജഡ്ജിന് മുമ്പാകെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ എന്നൊക്കെ പറയാൻ ഈ ബിഫോർ ഉപയോഗിക്കും. ബിഫോർ ജഡ്ജ്, ബിഫോർ ദ ഹോണറബിൾ കോർട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹീ സ്റ്റുഡ് ബിഫോർ ദ ജഡ്ജ്. അപ്പൊ ജഡ്ജിന് മുമ്പാകെ ഹീ സ്റ്റുഡ് ബിഫോർ ദ ജഡ്ജ്. അപ്പോൾ ബിഫോർ എന്നുള്ളത് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആഫ്റ്റർ, ഐ വിൽ കോൾ യു ലഞ്ചിന് ശേഷം, ആഫ്റ്റർ ലഞ്ച്. ഐ വിൽ കോൾ യു ആഫ്റ്റർ ലഞ്ച്. വി വെൻ ഫോർ എ വോക്ക്, ഞങ്ങൾ നടക്കാൻ പോയി. വി വെൻ ഫോർ എ വോക്ക് ആഫ്റ്റർ ഡിന്നർ. വി വെൻ ഫോർ എ വോക്ക് ആഫ്റ്റർ ഡിന്നർ. ഷീ ലെഫ്റ്റ് ദ ഓഫീസ് ആഫ്റ്റർ ദ മീറ്റിംഗ്. ഷീ ലെഫ്റ്റ് ദ ഓഫീസ് ആഫ്റ്റർ ദ മീറ്റിംഗ്. അപ്പോൾ ആഫ്റ്റർ പ്രിപ്പോസിഷനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ബിഫോർ എന്നുള്ളത് ആഡ്വേർബായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ. ഞാൻ ഈ മൂവി മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ. അപ്പോൾ ബിഫോർ എന്നുള്ളത് അവിടെ ആഡ്വേർബാണ്. ഓക്കെ, ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ. ഹാവ് വി മെറ്റ് ബിഫോർ. ഹാവ് വി മെറ്റ് ബിഫോർ. അടുത്തത് ആഫ്റ്റർ എന്നുള്ളത് എങ്ങനെയാണ് ആഡ്വേർബായിട്ട് ഉപയോഗിക്കാൻ നോക്കാം. ഞാൻ അതിന്റെ മലയാളം മീനിങ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഷീ കെയിം ഫസ്റ്റ് ആൻഡ് ഐ അറൈവ്ഡ് ആഫ്റ്റർ. അവൾ ആദ്യം എത്തി, ഞാൻ പിന്നീട് എത്തി. ഷീ കെയിം ഫസ്റ്റ് ആൻഡ് ഐ അറൈവ്ഡ് ആഫ്റ്റർ. യു ക്യാൻ ഗോ നൗ. ഐ വിൽ കം ആഫ്റ്റർ. ഞാൻ പിന്നീട് വരാം. ഐ വിൽ കം ആഫ്റ്റർ. യു ക്യാൻ ഗോ നൗ. ഐ വിൽ കം ആഫ്റ്റർ. വി ഹാഡ് ടീ ഫസ്റ്റ് ആൻഡ് ലഞ്ച് ആഫ്റ്റർ. ഞങ്ങൾ ആദ്യം ചായ കുടിച്ചു, പിന്നീട് ലഞ്ചും കഴിച്ചു. വി ഹാഡ് ടീ ഫസ്റ്റ് ആൻഡ് ലഞ്ച് ആഫ്റ്റർ. ഇനിയാണ് നമ്മൾ ബിഫോറും ആഫ്റ്ററും കണക്ടറായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ രണ്ട് കാര്യങ്ങളും ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ട് കാര്യങ്ങളും വേറെ വേറെ ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു തരത്തിലാണ് ഇത് കണക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ രണ്ട് ആളുകളുണ്ട് അല്ലെ. ഒന്ന് ഞാനാണ്, പിന്നെയുള്ളതൊന്ന് മൂവിയാണ്. ഈ രണ്ട് സബ്ജക്റ്റാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വേർബ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ ഉറങ്ങുക എന്നുള്ള പ്രവൃത്തി ഞാൻ ചെയ്യുന്നു. പിന്നെ മൂവി എന്ന സബ്ജക്റ്റ് എന്താ ചെയ്യുന്നത്, അവസാനിക്കുക എന്ന പ്രവൃത്തി. അപ്പോൾ ഇതെങ്ങനെയാണ് ബിഫോർ വെച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബിഫോറിന്
തൊട്ട് മുമ്പും അതിനുശേഷവും എന്താണ് പാസ്റ്റ് ടെൻസ് തന്നെയാണ് വെച്ചത്. അപ്പോൾ ബിഫോറിന് മുമ്പ് പാസ്റ്റ് വെക്കുകയാണെങ്കിൽ ബിഫോർ കഴിഞ്ഞിട്ടും പാസ്റ്റ് തന്നെ വെക്കണം. ഫ്യൂച്ചറിലെയോ പ്രസന്റിലെയോ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ബിഫോറിനൊപ്പം എപ്പോഴും സിമ്പിൾ പ്രസന്റ് ആണ് വെക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ ബിഫോറിനൊപ്പം പാസ്റ്റ് ആണ് വെക്കേണ്ടത്. അപ്പോൾ ഐ സ്ലെപ്റ്റ് ബിഫോർ ദ മൂവി എൻഡഡ്. അവന് മറുപടി പറയാൻ കഴിയുന്നതിന് മുമ്പ് ഷീ ലെഫ്റ്റ്. അപ്പോൾ എങ്ങനെ പറയും? ബിഫോർ ഹി കുഡ് റിപ്ലൈ ഷീ ലെഫ്റ്റ്. അപ്പോൾ ബിഫോർ എന്നുള്ളത് മിഡിലായിട്ട് വെക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബിഫോർ നമുക്ക് തുടക്കത്തിലും വെക്കാം. ബിഫോർ ഹി കുഡ് റിപ്ലൈ ഷീ ലെഫ്റ്റ്. നമ്മൾ പുറത്തു പോകുന്നതിന് മുമ്പ് യു മസ്റ്റ് ഫിനിഷ് യുവർ ഹോംവർക്ക്. യു മസ്റ്റ് ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ വി ഗോ ഔട്ട്. യു മസ്റ്റ് ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ വി ഗോ ഔട്ട്. ബിഫോറിനൊപ്പം ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ആണ്, V1 ഫോം ആണ്. കാരണം നമ്മൾ മസ്റ്റ് എന്നുള്ള ഓക്സിലറി വേർബ് ആണ് ഉപയോഗിച്ചത്. പാസ്റ്റിലൊരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ബിഫോറിനൊപ്പം പാസ്റ്റ് ഉപയോഗിക്കാം, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഫ്യൂച്ചറിലെയോ പ്രസന്റിലെയോ കാര്യങ്ങളാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് ബിഫോറിനൊപ്പം സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബിഫോറിനൊപ്പം ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അവിടെ സിമ്പിൾ പാസ്റ്റ് എന്നോ സിമ്പിൾ പ്രസന്റ് എന്നോ ഒന്നുമില്ല, ING ഫോം ഉപയോഗിച്ചാൽ മതിയാവും. എക്സാമ്പിൾ പറയാം. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഷി ഓൾവേസ് റീഡ്സ് എ ബുക്ക്. ബിഫോർ ഗോയിങ് ടു ബെഡ്. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബിഫോർ ഗോയിങ് ടു ബെഡ് ഷി ഓൾവേസ് റീഡ്സ് എ ബുക്ക്. ഓൾവേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴും. ഷി ഓൾവേസ് റീഡ്സ് എ ബുക്ക്. ടെൻസിന്റെ കാര്യത്തിൽ ഇവിടെ നമുക്ക് വിഷമിക്കാനില്ല. രണ്ട് പ്രവൃത്തികളും ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ബിഫോറിനൊപ്പം ING ഫോം ഉപയോഗിച്ചാൽ മതിയാവും. പിന്നീട് പറയുന്ന സെന്റൻസ് പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ ആക്കി മാറ്റിയാൽ മതിയാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഹി ഡ്രിങ്ക്സ് വാട്ടർ. ബിഫോർ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഹി ഡ്രിങ്ക്സ് വാട്ടർ. അപ്പൊ ഇവിടെ അയാൾ തന്നെയാണ്, ഹി എന്ന് പറയുന്ന ആൾ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അയാൾ തന്നെയാണ് വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നത്. ബിഫോർ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഹി ഡ്രിങ്ക്സ് വാട്ടർ. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഷീ ചെക്ക്ഡ് ദ ഡോർ. ബിഫോർ ലീവിംഗ് ഹെർ ഹൗസ് ഷീ ചെക്ക്ഡ് ദ ഡോർ. ബിഫോർ ലീവിംഗ് ഹെർ ഹൗസ്, അവളുടെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഷീ ചെക്ക്ഡ് ദ ഡോർ. ഇനി നമുക്ക് ആഫ്റ്റർ എന്നുള്ളത് കണക്ടർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അവൾ കുക്കിംഗ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഹെർ ബ്രദർ സെറ്റ് ദ ടേബിൾ. ആഫ്റ്റർ ഷീ ഫിനിഷ് ദ കുക്കിംഗ് ഹെർ ബ്രദർ സെറ്റ് ദ ടേബിൾ. ആഫ്റ്റർ ഷീ ഫിനിഷ് ദ കുക്കിംഗ് ഹെർ ബ്രദർ സെറ്റ് ദ ടേബിൾ. ഇനി ഇംഗ്ലീഷ് മാത്രമായിട്ട് പറയാം. ആഫ്റ്റർ ദ ടീച്ചർ എക്സ്പ്ലൈൻഡ് ദ ലെസൺ the students asked the questions. After the teacher explained the lesson, the students asked the questions. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി പറയാം. After the rain stopped, we went outside. After the rain stopped, we went outside. അപ്പോൾ ഈ ആഫ്റ്റർ ING ഫോം വെച്ച് ഉപയോഗിക്കാം. അതായത് രണ്ട് കാര്യങ്ങളും ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്റ്റഡീസ്, അവന്റെ സ്റ്റഡീസ് പൂർത്തിയാക്കിയതിനു ശേഷം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്റ്റഡീസ് ഹി സ്റ്റാർട്ടഡ് എ ബിസിനസ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്റ്റഡീസ് ഹി സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ING ഫോം വെക്കുമ്പോൾ അപ്പുറത്തുള്ള സെന്റൻസ് ഏതാണെന്ന് നോക്കിയിട്ടാണ് അതിന്റെ ടെൻസ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ഹി വിൽ സ്റ്റാർട്ട് എ ബിസിനസ് എന്ന് പറഞ്ഞാലോ അത് ഫ്യൂച്ചർ ആവും. അവൻ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവനൊരു ബിസിനസ് ആരംഭിക്കും എന്നായിരിക്കും. അല്ലെങ്കിൽ അവനൊരു ബിസിനസ് ആരംഭിച്ചു എന്നായതുകൊണ്ടാണ് ഇവിടെ ഹി സ്റ്റാർട്ടഡ് എ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ING ഫോം കഴിഞ്ഞ് നമ്മൾ ഏത് ടെൻസ് വേണമെങ്കിലും അപ്പുറത്ത് വെക്കാന്നാണ് പറഞ്ഞു വരുന്നത്. ലഞ്ച് കഴിച്ചതിന് ശേഷം ഷീ വെന്റ് ടു ദ പാർക്ക്. ആഫ്റ്റർ ഈറ്റിംഗ് ലഞ്ച് ഷീ വെന്റ് ടു ദ പാർക്ക്. ആഫ്റ്റർ ഈറ്റിംഗ് ലഞ്ച് ഷീ വെന്റ് ടു ദ പാർക്ക്. ആഫ്റ്റർ ഫിനിഷിംഗ് മൈ വർക്ക് ഐ വെന്റ് ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ പോയി. ആഫ്റ്റർ ഫിനിഷിംഗ് മൈ വർക്ക് ഐ വെന്റ് ടു ബെഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആഫ്റ്റർ ബിഫോർ. ആഫ്റ്റർ ബിഫോർ വെച്ച് ഇത്ര മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതിയാവും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാന്ന്. ഐ വിൽ കംപ്ലീറ്റ് മൈ വർക്ക് ആഫ്റ്റർ ലഞ്ച്. ഐ കംപ്ലീറ്റഡ് മൈ വർക്ക് ബിഫോർ ലഞ്ച്. ആഡ്വേർബ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു അല്ലെ. ഹാവ് വി മെറ്റ് ബിഫോർ, ഷീ കെയിം ഫസ്റ്റ്, ഐ അറൈവ്ഡ് ആഫ്റ്റർ. അങ്ങനെയൊക്കെയുള്ള സെന്റൻസ് നമ്മൾ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിച്ചത്, അതായത് കണക്ടർ ആയിട്ട് എങ്ങനെ ഉപയോഗിച്ചത്? ഐ സ്ലെപ്റ്റ് ബിഫോർ ദ മൂവി എൻഡഡ്. ആഫ്റ്റർ ദ ടീച്ചർ എക്സ്പ്ലൈൻഡ് ദ ലെസൺ ദ സ്റ്റുഡൻസ് ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ. അത് പറഞ്ഞു. പിന്നെ ING ഫോം ഉപയോഗിച്ച് ബിഫോർ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഹി ഡ്രിങ്ക്സ് വാട്ടർ. ആഫ്റ്റർ ഈറ്റിംഗ് ലഞ്ച് ഷീ വെന്റ് ടു ദ പാർക്ക്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. ഇത്രയും സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് റിവിഷൻ നടത്തേണ്ടത് ഇന്നലെ വരെ പഠിച്ചതാണ്. അത് നമുക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ടു പഠിച്ചു, പിന്നെ ബൈ പഠിച്ചു, ബൈ ദ ടൈം പഠിച്ചു. അതൊക്കെ വെച്ച് ഓരോ സെൻറ്റൻസ് കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ടു വെച്ച് ദേ സ്റ്റാർട്ടഡ് ടു സേവ് മണി. ദേ സ്റ്റാർട്ടഡ് ടു സേവ് മണി. ഇനി ബൈ വെച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. ഹി മസ്റ്റ് പ്രൊട്ടക്ട് ഹിസ് ഐസ് by wearing sunglasses in the sun. He must protect his eyes by wearing sunglasses in the sun. ഇനി നമുക്ക് by the time. By the time you realize the truth, it may be too late. By the time you realize the truth, it may be too late. By the time you realize the truth, it may be too late. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് ആരെങ്കിലും ആ ക്ലാസ് കാണാത്തതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ലെവൽ എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കാണാം. മറ്റു 2 ക്ലാസ് കൂടെ കാണാം. ഇതുകൂടെ ചേർത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഒരു പാരഗ്രാഫ് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറഞ്ഞു നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ ഉപയോഗിച്ചിട്ട്. ബിഫോർ ഐ വോക്ക് അപ്പ് ഷീ ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ് കുക്കിംഗ്. ഷീ ഹാഡ് ടു ഗോ ടു മൈ കസിൻസ് ഹൗസ്. She made some delicious food. After taking a bath, I had breakfast and went to the office. By the time I came back, she had reached. I had to buy some vegetables to make vegetable biryani, but I forgot. To buy vegetables. അപ്പോൾ ഇതുപോലുള്ള ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങളും പറഞ്ഞു നോക്കുക. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് മലയാളത്തെ കംപ്ലീറ്റ് ആയി ഒഴിവാക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.